നമസ്തേ പ്രിയമിത്രങ്ങളെ, ഇന്ന് നമ്മൾ അറിയുവാൻ ശ്രമിക്കുന്ന നക്ഷത്രങ്ങൾ അത്തം, ചിത്തിര, ചോതി എന്നീ നക്ഷത്രങ്ങളുടെ തലങ്ങളാണ്. 2026 അത്തം, ചിത്തിര, ചോതി എന്നീ നക്ഷത്ര ജാതർക്ക് ഏതൊക്കെ രീതിയിലാണ് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ഒന്നറിയുവാൻ ശ്രമിക്കാം. 2026 അത്തം നക്ഷത്ര ജാതർക്ക് ആകെ മൊത്തത്തിൽ ഗുണമാണ് പ്രദാനം ചെയ്യുന്നത്. കർമ്മ രംഗത്ത് വിജയവും, രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ജനഹൃദയങ്ങളിൽ ഇടം തേടാനുള്ള അവസരവും ജനങ്ങളുടെ സ്വീകാര്യതയും ലഭിക്കുവാനുള്ള സാധ്യത വളരെയധികമായി കാണപ്പെടുന്നു. എന്നാൽ ആരോഗ്യം അത്ര സുഖകരമാകാനുള്ള സാധ്യത കാണുന്നില്ല താനും. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ ജനങ്ങളിലേക്ക് അവർക്ക് ഉപകാരപ്രദങ്ങളായ കാര്യങ്ങൾ എത്തിക്കുവാൻ ശ്രമിക്കുകയും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും അനുഭവിക്കുവാൻ കഴിയുകയും സാമ്പത്തികമായുള്ള ഉന്നതി, വ്യവഹാരങ്ങളിൽ അതായത് കേസുകളിൽ വിജയം, അതോടൊപ്പം മനസമാധാനം ഇവ കാണപ്പെടുന്നുണ്ട്. നമ്മളുടെ അശ്രദ്ധ മൂലവും വീണ്ടും വിചാരമില്ലാത്ത പ്രവർത്തികൾ മൂലവും ചില ചെറിയ ചെറിയ സങ്കടങ്ങളും കഷ്ടനഷ്ടങ്ങളുമൊക്കെ എത്തപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും 2026 ഈ നക്ഷത്രയാത്രയെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ പരുക്കുകളെ നൽകുന്നതല്ല, ഗുണപരമാണ് എന്ന് തന്നെ പറയാം. ഇനിയും ഏതെങ്കിലും രീതിയിലുള്ള സങ്കടങ്ങളോ കഷ്ടങ്ങളോ എത്താൻ സാധ്യതയുണ്ടെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജന്മത്ത് അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളും സങ്കടങ്ങളും കഴിഞ്ഞ ജന്മത്ത് നമ്മൾ ആർജിച്ച പുണ്യപാപങ്ങളുടെ പരിണിത ഫലമാണ്. അതുകൊണ്ട് തന്നെ ആ പൂർവ്വജന്മാർജിതമായി നമ്മുടെ ചുമലിലേക്ക് എത്തപ്പെട്ടിട്ടുള്ള ആ പാപഭാണ്ഡത്തിന്റെ, സങ്കട ഭാണ്ഡത്തിന്റെ തീവ്രത കുറയ്ക്കുന്നതിലേക്ക് വേണ്ടി ഈശ്വര ഭജനം നടത്തുന്നത് വളരെ ഗുണപ്രദമാണ്. തങ്ങൾക്ക് എത്താൻ സാധ്യതയുള്ള സങ്കടങ്ങളെ അകറ്റുവാനും ഈശ്വരപ്രീതി ലഭിക്കുവാനും ഈ നക്ഷത്രയാത്രക്ക് ആശ്രയിക്കാവുന്നത് ദേവി ദേവ ക്ഷേത്ര ദർശനവും നാമജപവും സൽക്കർമ്മങ്ങളുടെ ഭാഗമാകുവാനുള്ള ശ്രമവും ശ്രദ്ധയുമുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ ഐശ്വര്യത്തെ കരഗതമാക്കി 2026 മറികടക്കാൻ കഴിയുക തന്നെ ചെയ്യും. ഇനിയും നമ്മൾ അറിയുവാനായി ശ്രമിക്കുന്നത് ചിത്തിര നക്ഷത്ര ജാതരെ പറ്റിയാണ്. 2026 ഈ നക്ഷത്ര ജാതർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും പകുതി കഴിഞ്ഞാൽ ഗുണം ഒരല്പം കൂടാനുള്ള സാധ്യതയാണ് കാണപ്പെടുന്നത്. അത് ഏതൊക്കെ രീതിയിലാണ് എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ, കർമ്മ മേഖലകളിൽ ഉയർച്ച, വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്ന കടങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്താൻ, അതായത് കടബാധ്യതയിൽ നിന്നുള്ള ഉയർച്ച, കടങ്ങൾ വീട്ടുവാനുള്ള സാഹചര്യം ഉണ്ടാവുക, അതുപോലെ തന്നെ ആരോഗ്യവും ഉത്തമകരമായ തലത്തിലേക്ക് എത്തപ്പെടും. ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് പല രീതിയിലുള്ള സമ്മാനങ്ങളും അതോടൊപ്പം സന്തോഷങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും കാണപ്പെടുന്നുണ്ട്. വിദ്യാ വിജയവും മംഗള കർമ്മങ്ങളിൽ ഭാഗവാക്കാകാനുള്ള അവസരവും 2026 ഈ നക്ഷത്ര ജാതർക്കായി കരുതി വച്ചിരിക്കുന്നു. കേസുകളിൽ, വ്യവഹാരങ്ങളിൽ വിജയവും ഉദ്ദിഷ്ട കാര്യപ്രാപ്തിയുമൊക്കെ നേടാം എങ്കിലും സെപ്റ്റംബർ മാസത്തോടുകൂടി ജോലിയിൽ ഒരല്പം തടസ്സങ്ങൾ നേരിട്ടേക്കാം. അതിൽ ഭയചകിതരാകേണ്ടതില്ല. ഒക്ടോബർ നവംബർ മാസത്തോടുകൂടി ആ ക്ഷീണമൊക്കെ മറികടന്ന് പൂർവാർജിതമായ വീര്യത്തോടും ശക്തിയോടും ഐശ്വര്യത്തോടും കർമ്മമേഖലയിൽ നിങ്ങൾക്ക് തിളങ്ങപ്പെടാം. ഡിസംബർ മാസത്തോടുകൂടി ദൂരദേശവാസവും ഈ നക്ഷത്രജാതരുടെ 2026 ഫലത്തിൽ കാണപ്പെടുന്നു. ഐശ്വര്യങ്ങൾ അളവറ്റ രീതിയിൽ ലഭിക്കുവാനും ശത്രുക്കളുടെ എല്ലാവിധമായ കുതന്ത്രങ്ങളെയും വിജയപൂർവ്വം മറികടക്കുവാനും അയ്യപ്പസ്വാമിയെ സ്മരിക്കുന്നത് നന്നായിരിക്കും. അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നീരാഞ്ജനം വഴിപാടായി സമർപ്പിക്കുന്നതും ശനിയാഴ്ച തോറും അയ്യപ്പന്റെ അല്ലെങ്കിൽ ധർമ്മശാസ്താവിന്റെ അഷ്ടോത്തരം ജപിച്ച് ഒരല്പനേരം പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി ഇരിക്കുന്നതും നിങ്ങൾക്ക് എത്താനുള്ള സൗഭാഗ്യങ്ങളുടെ തോതിനെ വർദ്ധിപ്പിക്കുകയും എത്താൻ സാധ്യതയുള്ള സങ്കടങ്ങളുടെ തീവ്രതയെ കുറയ്ക്കുവാനും വളരെ ഗുണപ്രദമാകും. അതോടൊപ്പം തന്നെ സൽക്കർമ്മങ്ങളിൽ ഭാഗമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
സാധുജന പരിപാലനം, രോഗത്താലും സങ്കടത്താലും ബുദ്ധിമുട്ടുന്നവരെ തങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ സഹായിക്കുക ഇത്യാദി കർമ്മങ്ങൾ കൊണ്ട് തന്നെ ഈശ്വര കടാക്ഷം തീർച്ചയായും നമ്മിലേക്ക് എത്തപ്പെടും. ഇനിയും നമ്മൾ അറിയുവാനായി ശ്രമിക്കുന്ന നക്ഷത്രം ചോതി നക്ഷത്ര ജാതരെ പറ്റിയാണ്. ചോതി നക്ഷത്രക്കാർക്ക് 2026 സുവർണ കാലഘട്ടം തന്നെയാണ് എന്നാണ് കാണപ്പെടുന്നത്. മനഃശാന്തി, സാമ്പത്തികമായ ഉന്നതി, സാമ്പത്തികമായ ഉന്നതി ഇത്യാദി ഏതൊരു മനുഷ്യനും ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതുമായ സുഖങ്ങൾ 2026 ഈ നക്ഷത്ര ജാതർക്ക് നൽകും എന്നാണ് കാണപ്പെടുന്നത്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 2026 വളരെ വളരെ ഐശ്വര്യദായകമാണ്. അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനും മനസമാധാനത്തോടും ശാന്തിയോടും കഴിയുവാനും അവർക്കുള്ള അവസരവും കാണപ്പെടുന്നു. അതുപോലെ തന്നെ ജോലിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കുവാനും പൊതുഗൃഹ നിർമ്മാണത്തിനും പൊതുഗൃഹത്തിലേക്ക് താമസം മാറ്റുവാനുമുള്ള സാഹചര്യം ഒരുപക്ഷെ എത്തപ്പെട്ടേക്കാം. പരീക്ഷാ വിജയം ഈ നക്ഷത്രയാവർക്ക് തീർച്ചയായും ലഭിക്കും എന്ന് കാണപ്പെടുന്നു. അതുപോലെ തന്നെ കൂട്ടുകച്ചവടത്തിൽ ഏർപ്പെടുന്നവർക്ക് അതിൽ നിന്ന് വിജയത്തെ കരഗതമാക്കുവാനും കലാരംഗത്ത് ശ്രദ്ധ നേടുവാനും അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുവാനും നവംബർ ഡിസംബർ മാസങ്ങൾ വളരെ അനുകൂലമാണ്. വർഷാവസാനത്തോടുകൂടി പുണ്യക്ഷേത്ര ദേവാലയ ദർശന യോഗവും കാണപ്പെടുന്നു. ഈ സൂചിപ്പിച്ച സൗഭാഗ്യങ്ങൾ യാതൊരു മുടക്കവും കൂടാതെ നമ്മിലേക്ക് എത്തണമെങ്കിൽ, അല്ലെങ്കിൽ സൗഭാഗ്യങ്ങളുടെ അളവിനെ ഒരല്പം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായും നിങ്ങൾ ശിവവചനം നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മംഗളസ്വരൂപനാണല്ലോ ഭഗവാൻ പരമേശ്വരൻ. അതുകൊണ്ട് തന്നെ സർവ മംഗളങ്ങളും ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ കർമ്മമേഖലകളിലും സാമ്പത്തികമായും ശാരീരികമായും കുടുംബപരമായും സമാധാനവും ഐശ്വര്യവും നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഈ നക്ഷത്രജാതർ തീർച്ചയായും ശിവഭഗവാനെ ഭജിക്കുന്നതോടുകൂടി ശനിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിനങ്ങളിൽ ശിവക്ഷേത്ര ദർശനവും ഒരല്പനേരം നമശിവായ ജപവും ഒക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയാൽ തീർച്ചയായും സർവ്വവിധമായ സമൃദ്ധിയോടും ഐശ്വര്യത്തോടും കൂടി ഈ നക്ഷത്രയാതർക്ക് 2026 വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയും. സുഹൃത്തുക്കളായ അത്തം, ചിത്തിര, ചോതി നക്ഷത്രയാതർക്ക് ഐശ്വര്യദായകവും അതിനപ്പുറം മനഃശാന്തിയും സമാധാനവും ലഭിക്കുന്നതുമായ ഉത്തമമായ ഒരു 2026 പ്രാർത്ഥനാനിർഭരമായ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ ഏവർക്കും നമസ്കാരം. ഹരി.